നക്ഷത്രങ്ങൾക്കിടയിലുള്ള ഒരു പ്രത്യേക തരം ബൈനറി സിസ്റ്റമാണ് കാറ്റക്ലിസ്മിക് വേരിയബിൾസ് ചെയിൻ. ഇതിൽ വെള്ളക്കുള്ളൻ എന്നറിയപ്പെടുന്ന ഒരു നക്ഷത്രം സാധാരണ നക്ഷത്രത്തിൽ നിന്നും വസ്തുക്കളെ ആകർഷിച്ചെടുക്കുന്നു. ഈ നക്ഷത്രം ചിലപ്പോൾ പെട്ടെന്ന് തിളങ്ങുകയോ മങ്ങുകയോ ചെയ്യും. കാറ്റക്ലിസ്മിക് വേരിയബിൾസിന്റെ ഒരു ഉപവിഭാഗമാണ് പോളാറുകൾ. വെള്ളക്കുള്ളന്റെ ശക്തമായ കാന്തികക്ഷേത്രം ഇവയുടെ പ്രത്യേകതയാണ്. നിയബ് ചോബ് 2131 എന്ന ഈ നക്ഷത്രവ്യവസ്ഥ 2020 എക്സ്റേ പ്രഭാവം കാണിച്ചതിലാണ് ആദ്യമായി ഇത് കണ്ടെത്തിയത്. അതിനുശേഷം ടർക്കിയിലെ ഇസ്താംബുൾ യൂണിവേഴ്സിറ്റിയിലെ സോളൻ ബാൽമാന്റെ നേതൃത്വത്തിലുള്ള ഒരു ജ്യോതിശാസ്ത്രജ്ഞ സംഘം ഇതിന്റെ പ്രകാശഗുണങ്ങളെ നിരീക്ഷിക്കാൻ തുടങ്ങി. 2020 ഉയർന്ന അവസ്ഥയിൽ നിന്ന് 2021 തുടക്കത്തിൽ 3.0 മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞ് നിയബ് ചോബ് 2131.5+4914 താഴ്ന്ന അവസ്ഥയിലേക്ക് മാറി. ഉയർന്ന അവസ്ഥയിൽ ഏകപക്ഷമായിരുന്ന സൈനസോയിഡൽ സ്പിൻ പൾസ് പ്രൊഫൈൽ താഴ്ന്ന അവസ്ഥയിൽ ഇരട്ടപക്ഷമായി മാറി. ഇത് രൺധ്രുവ ആകർഷണത്തെ സൂചിപ്പിക്കുന്നു. വെള്ളക്കുള്ളന്റെ സ്പിൻ കാലയളവ് ഏകദേശം 85.98 മിനിറ്റാണെന്ന് കണ്ടെത്തി. ഇത് പോളാർ ടൈപ്പ് സിസ്റ്റങ്ങൾക്കായി ലഭിച്ച ഏറ്റവും ചുരുങ്ങിയ സ്പിൻ കാലയളവുകളിൽ ഒന്നാണ്. ഡോപ്ലർ ടോമോഗ്രഫി ഈ സിസ്റ്റത്തിന്റെ പോളാർ സ്വഭാവം സ്ഥിരീകരിച്ചു. നിയബ് ചോബ് 2131.5+4914 താഴ്ന്ന അവസ്ഥയിൽ ആദ്യമായി ഒരു മൃദുവായ എക്സ്റേ ഘടകമാണ് കണ്ടെത്തിയത്. നിയബ് ചോബ് 2131.5+4914 എന്ന ഈ നക്ഷത്രവ്യവസ്ഥയുടെ രഹസ്യങ്ങൾ അറിയാൻ ജ്യോതിശാസ്ത്രജ്ഞർക്ക് ഇനിയും ധാരാളം പഠിക്കാനുണ്ട്. എന്നിരുന്നാലും ഈ പഠനത്തിലൂടെ ലഭിച്ച കണ്ടെത്തലുകൾ ഈ സിസ്റ്റത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് ചില പ്രധാന അറിവുകളാണ് നൽകുന്നത്.